അതിരുകൾ ഭൂമിയിൽ മാത്രമാണ്, അത് മനസ്സിലല്ല. നിന്റെ വിജയത്തിന് പരിധിയില്ല, തോൽവികൾക്ക് മാത്രമാണ് പരിധി. സ്നേഹമില്ലായ്മയെ സ്നേഹം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാനാകൂ. അർത്ഥശൂന്യമായ വാക്കുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോയാൽ വിജയങ്ങൾക്ക് തടസ്സങ്ങൾ കുറഞ്ഞിരിക്കും. മനസ്സിലുള്ളത് അങ്ങനെ തന്നെ മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്തോളം നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാറ്റ് പോലെ വേഗത്തിൽ നീങ്ങുക, മരങ്ങൾ പോലെ ഒരുമിച്ച് നിൽക്കുക, തീ പോലെ ആളിപ്പടരുക, പർവ്വതം പോലെ നിശ്ചലമായി നിലകൊള്ളുക. എപ്പോൾ പോരാടണമെന്നും എപ്പോൾ പോരാടരുതെന്നും കൃത്യമായി അറിയുന്നവൻ വിജയിക്കും. നിങ്ങളുടെ പദ്ധതികൾ രാത്രി പോലെ ഇരുണ്ടതും അഭേദ്യവുമായിരിക്കട്ടെ, പക്ഷേ ഇടിമിന്നൽ പോലെ പ്രവർത്തിക്കുക. വിജയികളായ യോദ്ധാക്കൾ ആദ്യം വിജയിക്കുകയും പിന്നീട് യുദ്ധത്തിന് പോവുകയും ചെയ്യുന്നു. അതേസമയം പരാജയപ്പെട്ട യോദ്ധാക്കൾ ആദ്യം യുദ്ധത്തിന് പോകുന്നു, എന്നിട്ട് വിജയിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെക്കാളും ശക്തനായ ഒരു എതിരാളിയോട് മത്സരിക്കാൻ പോകരുത്. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നിങ്ങളെ തോൽപ്പിക്കുന്നതിലൂടെ അയാൾക്ക് ഒരു നേട്ടവുമില്ലെന്ന് ബോധ്യപ്പിക്കാൻ ശ്രമിക്കുക. ഉച്ചത്തിലുള്ള ശബ്ദം ശക്തവും നിശബ്ദത ദൗർബല്യവുമാണെന്ന് ഒരിക്കലും കരുതരുത്. സിംഹത്തിന്റെ നിശബ്ദതയാണ് അപകടത്തെ സൂചിപ്പിക്കുന്നത്, അവന്റെ ഗർജനമല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പോലെ നിങ്ങളുടെ അനുയായികളോടും പെരുമാറുക. എന്നാൽ അവർ ആഴമേറിയ താഴ്വരയിലേക്ക് പോലും നിങ്ങളെ പിന്തുടരും.